കേണൽ സോഫിയ ഖുറേഷി, അതിനോടൊപ്പം തന്നെ വിംഗ് കമാൻഡർ ആയിട്ടുള്ള വ്യോമിക സിംഗ്, ഈ രണ്ട് പേര് കേൾക്കുന്ന സമയത്തും ഇന്ത്യ അഭിമാനം കൊള്ളുന്ന രണ്ട് പേരുകളാണ്. ഓപ്പറേഷൻ സിന്ദൂർ എക്സ്പ്ലനേഷൻ ചെയ്യാൻ അവനെ ഏൽപ്പിച്ചതിന്റെ കാരണം ആ ഒരു പേരിന്റെ അർത്ഥത്തെ പരിപൂർണമാക്കുന്നത് കൊണ്ട് മാത്രമല്ല, ഇതിന്റെ ആസൂത്രണത്തിലായാലും നടത്തിപ്പിലായാലും ആ രണ്ട് ധീരവനിതകൾ നടത്തിയ പങ്ക് കൊണ്ടാണ്, പങ്കാളിത്തം കൊണ്ടാണ്. അതായത് ഗ്രൗണ്ട് ഇന്റലിജൻസിന്റെ കാര്യമായാലും ടാക്ടിക്കൽ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള IT സപ്പോർട്ട് അല്ലെങ്കിൽ എമർജൻസി റെസ്ക്യൂ, ഇതിലെല്ലാം അത്രയും മുഖ്യ പങ്കാളിത്തമാണ് ഇവർ നടത്തിയെന്ന് പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ എക്സ്പ്ലനേഷൻ അവരെ തന്നെ ഇരുത്തിയത്. അതിൽ അഭിമാനം കൊണ്ട സമയത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മിനിസ്റ്റർ, മധ്യപ്രദേശ് മിനിസ്റ്റർ വിജയ് ഷാ ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തുന്ന സമയത്ത് ആ ഭീകരവാദികളുടെ സഹോദരിയെ കൊണ്ട് തന്നെ മറുപടി പറയിപ്പിച്ചു എന്ന് പറയുന്ന സമയത്ത് സ്ത്രീത്വത്തെയാണ് അവിടെ അപമാനിക്കുന്നത്, രാജ്യത്തെയാണ് അവിടെ അപമാനിക്കുന്നത്, സൈന്യത്തെയാണ് അവിടെ അപമാനിക്കുന്നത് എന്ന് പറഞ്ഞത്. അവർ ചെയ്ത പ്രവൃത്തിയാണ്, അവരുടെ സ്ഥാനത്തെയാണ്. അപ്പം ഇത് ഒന്നല്ല, നൂറല്ല, 1000 മാപ്പ് പറഞ്ഞു കഴിഞ്ഞാലും പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. കൃത്യമായിട്ട് ഇതിനുള്ള മറുപടി കൊടുക്കണം. അതിന്റെ കാരണം എന്ന് പറയുന്നത് ആദ്യമായിട്ടല്ല വിജയ് ഷായുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു കാര്യം വരുന്നതെന്ന് പറയുന്നത്. 2013 ലൈംഗിക ചുവയോടുകൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയതിന്റെ പേരിൽ അന്ന് സ്ഥാനം നഷ്ടപ്പെട്ട വ്യക്തിയാണ് ഇയാളെന്ന് പറയുന്നത്. 2024 ഈ പറയുന്ന ഹേമമാലിനിയെ കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഇതുമായി ബന്ധപ്പെട്ട കുറേയധികം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയതിന്റെ പേരിൽ അന്നും ഇയാൾക്കെതിരെ ഒരുപാട് വിവാദ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വർഷം കഴിയുന്നതോറും ഇതിന്റെ എഫക്റ്റ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്.